നമസ്കാരം. കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലയ്ക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നിർണായകമായ വഴിത്തിരിവുകൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭരണ തുടർച്ചയിൽ ജനങ്ങൾക്കിടയിൽ ഉയർന്നുവരുന്ന അതൃപ്തിയും ഭരണവിരുദ്ധ വികാരവും ഇപ്പോൾ നിലനിൽക്കെ ശബരിമലയിലെ പവിത്രമായ ശില്പങ്ങളിൽ നടന്ന മോഷണം സർക്കാരിനെ വലിയ പ്രതിസന്ധിയിലേക്കാണ് നയിക്കുന്നത്. നിലവിലെ ഭരണ സംവിധാനം മാറിയാൽ എല്ലാ തട്ടിപ്പുകളും പുറത്തു വരുമെന്നും കുറ്റവാളികൾ പിടിക്കപ്പെടുമെന്നുമുള്ള ഭയം ഭരണകക്ഷിക്കിടയിൽ ഇപ്പോൾ ശക്തമായിട്ടുണ്ട്. ഇതിൻ്റെ പ്രതിഫലനം എന്നോണം ഇതുവരെ സർക്കാരിനെ പിന്തുണച്ചിരുന്ന അന്വേഷണ ഏജൻസികൾ പോലും ഇപ്പോൾ സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവിടാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ്. സർക്കാരിൻ്റെ സംരക്ഷണം ഇനി ലഭിക്കില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ ഉദ്യോഗസ്ഥർ ഓരോ വസ്തുതകളും അത് കോടതിക്ക് മുന്നിൽ ഹാജരാക്കി തുടങ്ങിയിരിക്കുന്നത് തെളിവുകളും കോടതിക്ക് മുന്നിൽ ഹാജരാക്കി തുടങ്ങിയിരിക്കുന്നത് മുഖ്യനും അതോടൊപ്പം തന്നെ CPM-നും വലിയ തിരിച്ചടിയാവുകയാണ്. ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലും കട്ടിളപ്പാളിയിലും നടന്ന സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഭരണകൂടത്തെ അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ കുരുക്കിലാക്കിയിരിക്കുകയാണ്. ഈ കേസിൽ 3 പ്രമുഖർ പ്രതിപട്ടികയിൽ വരുമെന്ന് SIT വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ ദ്വാരപാലക പാളി കേസിൽ 2 പേരും കട്ടിളപ്പാളി കേസിൽ ഒരാളുമാണ് പ്രതികളാകാനായിട്ട് പോകുന്നത്. ആകെ 4 പേരുടെ പങ്കാളിത്തമാണ് സംഘം സസൂക്ഷ്മം പരിശോധിക്കുന്നത്. ഇതിൽ 3 പേരുടെ കുറ്റകൃത്യത്തിലുള്ള പങ്കാളിത്തം തെളിവുകൾ സഹിതം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാതെ അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. വരും ദിവസങ്ങളിൽ ഈ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന സൂചനകൾ പുറത്തു വരുന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്ഫോടനത്തിന് തന്നെ ഇപ്പോൾ വഴിമരുന്നിടും. ഈ വൻ മോഷണം നടന്ന കാലയളവ് പരിശോധിക്കുമ്പോൾ അത് പിണറായി വിജയൻ്റെ 1ഉം 2ഉം ഭരണകാലത്താണെന്നത് ആരോപണങ്ങളുടെ മുന സർക്കാരിലേക്ക് തന്നെ നീട്ടുകയാണ്. മോഷണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് ഭരണതലത്തിൽ വലിയ സ്വാധീനമുണ്ടെന്ന് പകൽ പോലെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അറസ്റ്റിലാകാൻ പോകുന്ന പ്രമുഖർ ആരൊക്കെയാണെന്ന കാര്യത്തിൽ വലിയ ആകാംക്ഷയാണ് ജനങ്ങൾക്കിടയിലുള്ളത്. പ്രതികൾ സർക്കാരുമായിട്ട് അടുത്ത ബന്ധമുള്ളവരാണെന്ന സംശയം ഇതിനോടകം തന്നെ ഇപ്പോൾ ശക്തമായിട്ടുണ്ട്. മോഷണം നടന്ന പാളികളുടെ സ്വഭാവവും അവ മാറ്റിയ രീതിയും പരിശോധിക്കുമ്പോൾ അധികാരത്തിൻ്റെ തണലില്ലാതെ ഇത്തരമൊരു കൊള്ള സന്നിധാനത്ത് നടത്തുക അസാധ്യമാണെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതിൻ്റെ സൂത്രധാരന്മാരെ സംരക്ഷിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്ന വാദം ശരിവയ്ക്കുന്ന രീതിയിലാണ് അന്വേഷണ പുരോഗതി. കേസുമായി ബന്ധപ്പെട്ട മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അടൂർ പ്രകാശ് എന്നിവരുടെ പേരുകൾ ചർച്ചകളിൽ ഉയർന്നു വരുന്നത് സ്വാഭാവികമാണ്. അടൂർ പ്രകാശിന് ശബരിമലയുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം അന്വേഷണ പരിധിയിലുണ്ട്. എന്നാൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ കാര്യത്തിൽ ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങളാണ് നിലനിൽക്കുന്നത്. മോഷണത്തിൻ്റെ പ്രധാന സൂത്രധാരൻ കടകംപള്ളിയാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയതായാണ് പുറത്തു വരുന്ന സൂചനകൾ. മുഖ്യമന്ത്രിയുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചകളും ചർച്ചകളും ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംശയത്തിന് നിഴലിലാക്കിയിരിക്കുകയാണ്. 3 പ്രമുഖർ പ്രതികളാകുമ്പോൾ അതിൽ ഒരു വിരൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ നീളുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയാണ്. മാത്രമല്ല, ശ്രീകോവിലിന് മുന്നിലെ ഈ ശില്പങ്ങളും പാളികളും മാറ്റിയോ എന്നതിൽ ഇപ്പോഴും ദുരൂഹത തുടരുകയാണ്. VSSCയിൽ നേരത്തെ പരിശോധനകൾ നടന്നിരുന്നുവെങ്കിലും പാളികൾ യഥാർത്ഥമാണോ എന്ന കാര്യത്തിൽ വിദഗ്ധർക്കിടയിൽ പോലും ഭിന്നാഭിപ്രായമുണ്ട്. ചെമ്പ് പാളികളുടെ ഘടനയിലൊക്കെ തന്നെ ഇപ്പോൾ മാറ്റം വന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ടെങ്കിലും സ്വർണ്ണത്തിൻ്റെ അളവ് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ തടസ്സത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടപെടലുകൾ ഉണ്ടെന്ന് ആരോപണമുണ്ട്. സത്യം പുറത്തു കൊണ്ടുവരാനായിട്ട് മുംബൈയിലെ ബാബ ആറ്റോമിക് റിസർച്ച് സെൻ്ററിലെ സഹായവും തേടാനായിട്ട് ഇപ്പോൾ SIT തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെയാണ്. ഈ മാസം 12-ന് സന്നിധാനത്തെത്തി സാമ്പിളുകൾ ശേഖരിക്കാൻ കോടതി അനുമതി നൽകിയതോടെ സ്വർണ്ണത്തിൻ്റെ അളവ് കൃത്യമായി തിട്ടപ്പെടുത്താനായിട്ട് സാധിക്കും. അന്വേഷണ സംഘം നിഷ്പക്ഷമായിട്ട് മുന്നോട്ട് പോവുകയും ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ പുറത്തു വരികയും ചെയ്താൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിടാൻ പോകുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയായിരിക്കും. സന്നിധാനത്തെ സ്വർണ്ണത്തിന്മേൽ നടന്ന ഈ കടന്നുകയറ്റം ഭക്തജനങ്ങളെയും പൊതുസമൂഹത്തെയും ഒരുപോലെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അറസ്റ്റിലാകാൻ പോകുന്ന 3 പ്രമുഖർ പുറത്തു വരുന്നതോടെ സർക്കാരിൻ്റെ അഴിമതി മുഖം അത് പൂർണ്ണമായിട്ടും അനാവരണം ചെയ്യപ്പെടുമെന്നതാണ് കരുതപ്പെടുന്നത്. സ്വർണ്ണക്കടത്തിനും മോഷണത്തിനും പിന്നിൽ ഒരേ സംഘങ്ങൾ തന്നെയാണോ എന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നുണ്ട്. അന്വേഷണം പൂർത്തിയാകുന്നതോടെ കേരളം കണ്ട ഏറ്റവും വലിയ ഭരണകൂട കൊള്ളയുടെ കഥകൾ പുറത്തു വരുമെന്ന കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്.